സോ ഇൻ ദിസ് മൊഡ്യൂൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു 2 ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസ് ആണ്. 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അതിനകത്ത് മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. നമുക്കൊരു സ്പ്രിംഗ് ഉണ്ട് വിത്ത് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കെ ആൻഡ് എൻ എം മാസ്. ഇതിന് നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് എന്തെങ്കിലും ഒന്ന് താഴോട്ട് പുള്ള് ചെയ്യുമ്പോൾ ഇതിനൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. ഇത് ഒരു എക്സ് ആണ്. ഏത് പോയിന്റ് ഒബ്സർവ് ചെയ്താലും ഒരു സിംഗിൾ മൂവ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. നമുക്ക് M1 മാസിനെ മാത്രമായിട്ട് കൺസിഡർ ചെയ്യുക. ഇതിന് K1 ഇതിന് K2 ആണ്. രണ്ട് ഡിഫറെൻറ്റ് സ്പ്രിംഗ് കോഎഫിഷ്യൻസ്. ഇനി നമ്മൾ M1 ഒരു പുള്ള് കൊടുക്കുന്നു x1, വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് x2. നമ്മൾ ഒരു പോയിന്റ് ഇവിടെ എടുക്കുന്നു, ഒരു പോയിന്റ് ഇവിടെ എടുക്കുന്നു. M1 മാസിനുണ്ടാകുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഇവിടെ നമ്മുടെ M2 മാസിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അത് ഈ M2 മാസിൻ്റെ M1 മാസിൻ്റെയും മൂവ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് K1 K2 രണ്ട് ഡിഫറെൻറ്റ് സ്പ്രിംഗ് കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പുള്ള് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് വളരെ വ്യത്യാസമാണെങ്കിൽ അപ്പം ഇവിടെ രണ്ട് പോയിൻറ്റ്സിനും ഉണ്ടായ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇവിടെ ഡിഫറെൻ്റ് ആണ്. സോ ദിസ് ഈസ് ഹാവിങ് ആക്ച്വലി 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ക്യാൻഡിലിവറിന് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തു. സോ അതിനെന്തുണ്ടായി? ഒരു ബെൻഡിങ് ഉണ്ടായി. അപ്പോൾ ബെൻഡിങ് ഉണ്ടായ സമയത്ത് നമുക്ക് ഇവിടെയും ഒരു 3 പോയിന്റിൽ ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് x1, ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് x2, ഇതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഓരോരോ എടുക്കുന്ന പോയിൻറ്റ്സിനും ഓരോരോ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടായത്. അപ്പം ഇവിടുത്തെ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? കാര്യം ഇവിടെ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് എടുക്കാം. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ്സും ഇൻഫൈനൈറ്റ് രീതിയിൽ ഇൻഫൈനൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും ഓരോ പോയിന്റിൽ വരുന്നത്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി ഇൻഫൈനൈറ്റ്. ഹിയർ 2, ഹിയർ 1. ഒറ്റ മാസേ ഇവിടെ എല്ലാം ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? mx ഡബിൾ ഡോട്ട് പ്ലസ് kx ഈക്വൽ ടു 0. ഇൻട്രൊഡക്ഷൻ ടു 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ടോപ്പിക്സിൽ നമ്മൾ 2 മാസസ് വരുന്ന ഡിഫറെൻറ്റ് ഫോർമേഷൻസ്, അത് ബേസിക്കലി 3 ഇമ്പോർട്ടൻറ്റ് ഫോർമേഷനാണുള്ളത്. അതിൽ ഒരെണ്ണം നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പോലെ ഇതാണ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിനെ ഹൊറിസോണ്ടലി വെച്ചിട്ടെന്നേ ഉള്ളൂ. ഇത് M2. പിന്നെ നമുക്ക് എന്ത് വയ്ക്കാം? ഒരു മാസ് വയ്ക്കാം, വീണ്ടും ഒരു സ്പ്രിങ് വയ്ക്കാം, ഒരു മാസ് വയ്ക്കാം, ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അഗെയിൻ നമുക്കൊരു സ്പ്രിങ് കൊടുക്കാം. അപ്പോഴും മാസസ് എത്രയാണ്? M1 ആൻഡ് M2. ആൻഡ് തേർഡ് കേസ് 2 മാസം എടുത്തിട്ട് രണ്ടിനെയും കണക്ട് ചെയ്ത് ഒരു സ്പ്രിങ് വയ്ക്കാം. അപ്പോൾ ഈ ഒരു 3 കേസ് ഓഫ് പ്രോബ്ലംസ് 2 മാസം വരുന്നതും സ്പ്രിങ് വരുന്ന അറേഞ്ച്മെൻറ്റിലും വരാം. അപ്പോൾ ഇതിൽ ഓരോരോ പ്രോബ്ലമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നത്.